അതായത് ഇപ്പം നമ്മുടെ ഈ ഡൽഹി ഇപ്പം നടക്കുന്ന സമരം അവർ വളരെ ഡിസോർഗനൈസ്ഡ് ആയിരുന്നു തോന്നുമെങ്കിലും ഇത്രയും ആളുകൾ ഒന്നിച്ച് അവിടെ ഇറങ്ങി സമരം ശക്തമാകുന്നു. അപ്പോൾ ഈ പുതിയ കാലത്തിന് യോജിച്ച രീതികളല്ലയോ ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാർ പിന്തുടരുന്നത്? അങ്ങ് ഉൾപ്പെടെയുള്ള പഴയ ജൻസിയുടെ കാര്യം ഞാൻ പറയുന്നത്. പരമ്പരാഗത രാഷ്ട്രീയക്കാർ എന്നുള്ള പ്രയോഗം നമുക്കൊരു ഒരു സംവാദത്തിന് ചർച്ചയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക തരത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ വ്യവസ്ഥാപിത പാർട്ടികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. എപ്പോഴും സമരം ഉണ്ടാവുന്നത്, പ്രക്ഷോഭം ഉണ്ടാവുന്നത്, ജനങ്ങളുടെ സംഘടിത ശക്തി ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമ്മർദ്ദ ശക്തിയായിട്ട് മാറുന്നത് സമൂഹത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അനീതി ഉണ്ടാവുമ്പോഴാണ്. ഇപ്പോൾ ഈ പാറ്റ പാർട്ടിക്കാരുടെ സമരം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ, CBCയുടെ ചോദ്യപേപ്പർ ചോർച്ച, ഇതുപോലുള്ള അങ്ങേയറ്റ അനീതികരമായ, കഷ്ടപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് ഉറക്കൊഴിഞ്ഞ് അവർ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോഴേക്കും ഈ പേപ്പർ ചോർന്നിരിക്കുന്നു, നീറ്റിൽ അനധികൃതമായ കൈകടത്തലുണ്ടായിരിക്കുന്നു. ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ടവർ രാജിവെക്കണം. നമ്മുടെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വളരെ നീതിപൂർവമായ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് വളരെ ജനാധിപത്യപരമായി സംഘടിക്കാനും സമരം ചെയ്യാനും ഈ പാറ്റ പാർട്ടി എന്ന് പറയുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആളുകൾക്ക് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ ഛത്തീസ്ഗഡിലെ ഖനന കുത്തകൾക്ക് വേണ്ടി ആദിവാസികളെ കുടിയിറക്കുന്നു, ഗോത്ര വിഭാഗത്തെ കുടിയിറക്കുന്നു. ഛത്തീസ്ഗഡിലെ ഈ വന പ്രദേശമായിരിക്കുന്ന ഗ്രാമാന്തരങ്ങളിലെ പാവപ്പെട്ട ആദിവാസികൾക്ക് ഇതുപോലെ മാധ്യമ അറ്റൻഷൻ കിട്ടുന്നൊരു സമരം നടത്താൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ചെറുത്തുനിൽപ്പ് വേണ്ടി വരും, പ്രതിരോധം വേണ്ടി വരും. അതിനവരെ സഹായിക്കുന്ന ഈ സ്റ്റാൻ സ്വാമിയെ പുതിയ ടൂൾസ് ഉള്ള കാലമായത് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ, ആശയപ്രചരണത്തിൽ ഈ AI ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ ഇന്റർനെറ്റിന്റെ ഒക്കെ സൗകര്യത്തോടു കൂടി വന്നിരിക്കുന്ന ഈ ഇലക്ട്രോണിക് സാധ്യതകളെ നമുക്ക് വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. സമരം എന്ന് പറയുന്നത് എപ്പോഴും അധികാരി വർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാനുള്ളതാ. അങ്ങനെ വരുമ്പോൾ തന്നെ ജനാധിപത്യ സമൂഹത്തിനകത്ത് നമ്മുടെ ഒരു ആധുനിക മൂല്യങ്ങൾക്കൊക്കെ നിരക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ സമരത്തിന്റെ സ്വഭാവവും രൂപവും. ആ സമ്മർദ്ദ ശക്തിയെ വളരെ അക്രമാസക്തമായ രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. പലപ്പോഴും സമരം അക്രമാസക്തമാകുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ് ഭരണകൂടം അതിൻ്റെ മർദ്ദന സംവിധാനങ്ങൾ അതിനോട് നിഷേധാത്മകമായ സമയം നിശ്ചയിക്കുമ്പോഴാണ്. അതിനെ ഭീകരമായ അടിച്ചമർത്തും സമരക്കാരും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകും. അപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് സ്റ്റേറ്റ് പാലിക്കേണ്ട, ജനാധിപത്യത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ജനങ്ങളുടെ സമ്മർദ്ദം. പബ്ലിക് ഒപ്പീനിയൻ സമരത്തിന്റെ രൂപത്തിലും വരും. പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്താനാണല്ലോ സമരം. അതുവഴി ഭരിക്കുന്നവരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള. അപ്പം ഭരിക്കുന്നവർ ഈ കാര്യത്തിൽ നീതിപൂർവ്വം പെരുമാറിയാൽ നമുക്ക് പല ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.